ഞാൻ ഒരിക്കൽ കൂടി AKG സെന്ററിലേക്ക് പോവുകയാണ്. അമൽ തേനമ്പറമ്പിലും മാർഷലും അവിടെ തുടരുന്നുണ്ട്. അമൽ, കൺവീനർ സ്ഥാനത്ത് നിന്ന് EP മാറിയാൽ പകരം ഉയർന്നു കേൾക്കുന്ന പേരുകളിൽ ഏറ്റവും പ്രഥമ പരിഗണന എനിക്ക് തോന്നുന്നു AK ബാലനായിരിക്കുമെന്നാണ്. അദ്ദേഹത്തിന് താല്പര്യമുണ്ടോ കൺവീനർ സ്ഥാനത്തേക്ക് വരാൻ? ആര്യ, എന്തായാലും AK ബാലൻ അടക്കമുള്ള നേതാക്കന്മാർ അകത്തേക്ക് പോയപ്പോൾ നമ്മൾ പ്രതികരണം തേടിയിരുന്നു. പക്ഷേ ആരും പ്രതികരിക്കാൻ തയ്യാറല്ല. EP പോയാൽ പകരം ആര് എന്നൊരു ചോദ്യം കൂടി ഉയരുന്നുണ്ട്. CPM ആണ്. ഒരു തീരുമാനമെടുക്കണമെങ്കിൽ അധികം താമസമൊന്നും വേണ്ടി വരില്ല. വേഗത്തിലൊരു തീരുമാനമൊക്കെ ഉണ്ടാകും. അതിലൊന്നും ബുദ്ധിമുട്ടുണ്ടാകില്ല. പക്ഷേ EP-യുടെ ഒരു വിടവ് എന്ന് പറയുന്നത് ചെറുതായിരിക്കില്ല എന്ന കാര്യത്തിൽ സംശയം വേണ്ട. മാർഷലേട്ടറിലൂടെ ഒരിക്കൽ കൂടി പോവുകയാണ്. മാർഷലേട്ട, ഇതിപ്പോൾ കണ്ണൂർ അഴീക്കോട് സാക്ഷാൽ MP രാഘവൻ പാർട്ടി വിട്ട് പോയപ്പോൾ പോലും പാർട്ടിയുടെ സംഘടനാ സംവിധാനത്തെ പിടിച്ചു നിർത്തിയ ആളുകളിൽ ഒരാളാണ് EP. ഉരുക്കുകോട്ട പോലെ കണ്ണൂരിനെ കാത്തു സൂക്ഷിച്ചൊരു ചെങ്കോട്ടയായി. അപ്പോൾ അങ്ങനെയുള്ള EP-യുടെ പോക്കാണ്. P ജയരാജൻ അടക്കം ഇതിലെ നമ്മുടെ മുന്നിലൂടെ കടന്നു പോയിരുന്നു. അപ്പോൾ നമ്മൾ പ്രതികരണം തേടിയിരുന്നു. രണ്ട് വിഷയങ്ങളാണുള്ളത്. ഒന്ന്, കണ്ണൂരിലെ പാർട്ടിയിൽ എന്ത് തരത്തിലുള്ള ചലനം ഈ വിഷയം ഉണ്ടാക്കും, അതോടൊപ്പം തന്നെ EP-ക്ക് പകരമാര്. ഈ രണ്ട് ചോദ്യത്തിന് ഉത്തരവുണ്ട്. കണ്ണൂരിലെ പാർട്ടി മാത്രമായിരിക്കില്ല. കാരണം കണ്ണൂരിലെ പാർട്ടിയുടെ ചലനത്തിനൊപ്പം തന്നെ കേരളത്തിലെ ഇടതു മുന്നണി രാഷ്ട്രീയ നയത്തിൽ തന്നെ വലിയൊരു ചലനം ഇതുണ്ടാക്കും. കാരണം LDF എന്ന് പറയുന്നത് അത് രൂപീകരിക്കപ്പെട്ട കാലം മുതൽ CPM-ന്റെ ഉയർന്ന നേതാക്കളാണ് LDF-ന്റെ കൺവീനർ സ്ഥാനത്തേക്ക് ഉണ്ടായിട്ടുള്ളത്. അത് പാലളി മുഹമ്മദ് കുട്ടി ആയാലും സാക്ഷാൽ VS അച്യുതാനന്ദനായാലും അതെ. അപ്പോൾ അത്തരം മുതിർന്ന നേതാക്കൾ മാത്രം ചുമതല വഹിച്ചിരുന്ന ഒരു ഇടതു മുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്ന് EP ജയരാജനെ പോലെയുള്ള ഒരു നേതാവ് മാറുമ്പോൾ ഉണ്ടാകുന്ന രാഷ്ട്രീയ അലയൊലികൾ വളരെ വലുതായിരിക്കും. എങ്കിൽ തന്നെയും ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്, CPM ആണ്. ഈ ഒരു നേതാവിനും അതിനകത്ത് പ്രസക്തിയില്ല എന്നുള്ള കാര്യമാണ് പാർട്ടി അണികൾ തന്നെ മുന്നോട്ട് വെക്കുക. EP ജയരാജൻ എന്നല്ല, അച്ചടക്ക നടപടി നേരിടുന്നത് ആരായിരുന്നാലും ശരി, അവർ പുറത്തു പോകണം എന്നുള്ള നിലപാട് മാത്രമേ പാർട്ടി അണികൾ സ്വീകരിക്കുകയുള്ളൂ. മുമ്പത്തെ പോലെ MV രാഘവനെ പോലെയോ KR ഗൗരിയമ്മയെ പോലെയോ ഒരാൾ പാർട്ടി വിട്ട് മാറിയാൽ ആ സമയത്ത് പാർട്ടി അത്തരമൊരു രീതിയൊന്നും ഇപ്പോൾ പ്രത്യേകിച്ച് CPM-ലില്ല. ഗ്രൂപ്പ് രാഷ്ട്രീയവും CPM-ൽ ഏകദേശം അവസാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. പഴയ കാലഘട്ടം പോലെയല്ല. പാർട്ടിയും സർക്കാരും എല്ലാം ഒരു കൈപ്പിടിയിൽ ഒതുക്കുന്ന നേതൃത്വം എന്ന നിലയിലേക്ക് അത് മുന്നോട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ EP ജയരാജൻ പോകുന്നത് കണ്ണൂർ രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും മാറ്റം വരുന്നു എന്നുള്ള ചോദ്യം തന്നെ പ്രസക്തി ഇല്ലാതാവുകയാണ്. പക്ഷേ ഇടതു മുന്നണി രാഷ്ട്രീയത്തിൽ ഇനിയും EP ജയരാജനെ പോലെയുള്ള ഒരു ആൾ ചുമതല ഏറ്റെടുക്കുകയും അതിനപ്പുറത്തേക്ക് LDF-നെ ഏകോപിപ്പിച്ചു കൊണ്ടുപോകാൻ വേണം. നമുക്കറിയാം UDF-നെക്കാട്ടിലും കൂടുതൽ ഘടകകക്ഷികളുള്ള സംവിധാനമാണ് LDF. തുടർച്ചയായ രണ്ടാം തവണയും നിയമസഭാ അധികാരത്തിലേക്ക് വന്ന LDF മുന്നണി, ആ LDF മുന്നണി വിപുലപ്പെടുത്തുമ്പോൾ ആ LDF മുന്നണിയിൽ പാലിക്കേണ്ട രാഷ്ട്രീയ സമവാക്യങ്ങൾ, സാമുദായിക സമവാക്യങ്ങൾ എല്ലാത്തിനെയും കോർഡിനേറ്റ് ചെയ്യേണ്ടത് ഇടതു മുന്നണി കൺവീനറാണ്. എല്ലാ മുന്നണികളെയും ഒരൊറ്റ അച്ചിൽ കൊണ്ടുപോവുക, അതിന്റെ കടിഞ്ഞാൺ സൂക്ഷിക്കുന്ന ആളാണ് LDF കൺവീനർ. പല പ്രസ്താവനയുണ്ട്. നമുക്ക് കേരള കോൺഗ്രസ് മാണി ഇടതു മുന്നണിയുടെ കൂടെയാണ്, ഓർക്കേണ്ട കാര്യമാണത്. അതോടൊപ്പം തന്നെ ലീഗുമായി ഇടപെട്ട് മാറി നിന്ന INL ഉൾപ്പെടെയുള്ളവർ ഇവർക്കൊപ്പമാണ്. കേരള കോൺഗ്രസിനെയും INL-നെയൊക്കെ ഒപ്പം നിർത്തുക എന്ന് പറയുന്നത് തന്നെ റിസ്ക് ഉള്ള പരിപാടി. ഇതിനേക്കാളും എല്ലാം വലിയ കാര്യം അഭിയുക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുതൽ ഒപ്പമുള്ള CPI പല കാര്യങ്ങളിലും CPI വളരെ ശക്തമായ നിലപാട് സ്വീകരിക്കുകയാണ്. തൊട്ടു മുമ്പ് മുകേഷിന്റെ കാര്യം ചർച്ച ചെയ്യാണ്. CPI-യുടെ നിലപാട്, CPI-യുടെ സംസ്ഥാന നിർവാഹക സമിതി യോഗം എടുത്ത നിലപാട്, EP ജയരാജൻ കൂടിക്കാഴ്ചയിലും CPI ശക്തമായ നിലപാട് തന്നെ അന്ന് സ്വീകരിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞ് കുറെ കാലം കഴിഞ്ഞ് കാലതാമസം വന്നു, പക്ഷേ സംഘടനാ സംവിധാനത്തിന്റെ ഭാഗമായാണെന്ന് പറയുന്നു. തെരഞ്ഞെടുപ്പ് അവലോകനം ബ്രാഞ്ച് തലത്തിൽ മുതൽ ഇങ്ങോട്ട് നടന്ന് എന്തായാലും അതൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഇപ്പോൾ ഇന്ന് ആ വിഷയം ചർച്ച ചെയ്യുകയാണ്. കൺവീനർ സ്ഥാനത്ത് നിന്ന് EP ജയരാജനെ മാറ്റുകയാണ്